ഇന്നത്തെ യാത്ര ജഡ്ജിക്കുന്നിൽ. പേരിലൊരു പുതുമയില്ലേ? അതുപോലെ എന്താണ് അവിടെയെന്നറിയാൻ ഒരു കൗതുകം. ഒരുപാട് നിഗൂഢതകളുള്ള സ്ഥലമെന്നാണ് കേട്ടുകേൾവി. പോകുന്ന വഴിയും വളരെ ദുർഘടം പിടിച്ചതാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. പോകുന്ന വഴി കുറച്ച് വീടുകളും ബാക്കി ഒരുപാട് ഒഴിഞ്ഞ സ്ഥലമാണുള്ളത്. ഏതാണ്ട് ഈ കാടുകളുടെ ഇടയിലൂടെ വേണം അവിടെ എത്താൻ. അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് കുറച്ച് കെട്ടിടങ്ങൾ ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നത് കാണാം. അത് ആൾ താമസമില്ലാതെ ഇങ്ങനെ ആയതാണോ അതോ ആർക്കും താമസിക്കാൻ പറ്റാതെ ഇങ്ങനെ ആയതാണോ എന്നൊന്നും എനിക്കറിയില്ല. ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒന്നുമല്ല കേട്ടോ. കുറച്ചും കൂടെ ഫ്രണ്ടിലെത്തുമ്പോൾ സാക്ഷാൽ ജഡ്ജിക്കുന്നിൽ നമ്മളെത്തും. 65 വർഷം മുമ്പ് ഒരു ജഡ്ജിയുടെ സ്ഥലമായിരുന്നു ഇത് എന്നാണ് കേട്ടിട്ടുള്ളത്. ട്രിവാൻഡ്രത്തിൽ ഏറ്റവും ഉയരം കൂടിയ കുന്നാണ് എന്നൊരു പേരും കൂടെ ഇതിനുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഭീമാപള്ളി, എയർപോർട്ട്, ബീച്ച് അങ്ങനെ കുറച്ചധികം സ്ഥലം നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും. ഏതാണ്ട് ഒരു വീട് മാത്രമേ അവിടെ അവശേഷിക്കുന്നതായിട്ട് ഞാൻ കണ്ടുള്ളൂ. ഞങ്ങളവിടെ ഇറങ്ങിയത് ഒരു ഉച്ച സമയത്തായിരുന്നു. ഇന്നത്തെ വലിയ വെയിലൊന്നും ഇല്ലാത്തൊരു ക്ലൈമറ്റ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഗ്രൗണ്ട് അത്രയും തന്നെ അവിടെ ഉള്ളൂ. പ്രത്യേകിച്ചൊന്നും കാണാൻ വേണ്ടിയില്ല. ഇതാണ് ഞാൻ ആ പറഞ്ഞ വീട് കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ടൊന്ന് പോയാലോ എന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ഫ്രണ്ടിലോട്ടൊന്ന് പോയി. കുപ്പിയും പ്ലാസ്റ്റിക് പാത്രങ്ങൾ എന്തൊക്കെയോ അവിടെ കിടപ്പുണ്ട്. നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും മൈൻഡ് ചെയ്യണ്ട. നിൽക്കുന്ന ഭാഗത്ത് കുറച്ച് കെട്ടിടങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് നമ്മൾ കയറി വന്നപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ. അതിൻ്റെ അങ്ങോട്ടൊന്നും പോകാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ നിൽക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് കുറച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ സെമിത്തേരി ഉണ്ടെന്ന് എൻ്റെ ഭർത്താവ് പറഞ്ഞു. അതോടെ ഞാൻ അവിടുന്ന് സ്ഥലം വിട്ടു. ഇറങ്ങുന്ന വഴിക്ക് ഈ തൊട്ടാവാടിയെ കണ്ടു. വർഷങ്ങൾക്ക് ശേഷമാണ് ഇതിനെയൊക്കെ ഞാനൊന്ന് കാണുന്നത്. അപ്പോൾ അതിനെയൊക്കെ തൊട്ട് ഉറക്കിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ട് യാത്രയായി. ഇന്നത്തെ യാത്ര ഇത്രയേ ഉള്ളൂ.